ശ്രീരാമൻ സീതാദേവിയെ കയ്യും പിടിച്ച് തോണിയിലേക്ക് കയറ്റി. ഗുഹന്റെ കയ്യും പിടിച്ചു താനും കയറി. ആയുധമെല്ലാമെടുത്തു ലക്ഷ്മണനും എപ്പോഴും തങ്ങൾക്കു തുണയായിരിക്കാനും ഗംഗയോട് സീതാദേവി പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ പുലർത്തേണ്ട ബന്ധമെന്തെന്നും ഇതുപോലുള്ള ഭാഗങ്ങൾ അഭിവ്യഞ്ജിപ്പിക്കുന്നു. കൂടെ വിടകൊള്ളുവാൻ അനുവാദം ചോദിച്ച ഗുഹനോട് യാതൊരു ദുഃഖവും കൂടാതെ കഴിയാനും വനവാസം കഴിഞ്ഞ് വരാമെന്നും ശ്രീരാമൻ അരുൾ ചെയ്തു. പരസ്പരം ആശ്ലേഷവും ചെയ്തു ഭക്തനെ പോകെന്നയച്ചു. ഗുഹൻ ഭക്തിപൂർവം അഞ്ജലിയും കൂപ്പി മന്ദം തോണിയിൽ കയറി സ്വന്തം വസതിയിൽ പ്രവേശിച്ചു. ചിന്താധീനനായി മരുവി. ശൃംഗിവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി. ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാമെടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗളാഭാംഗിയാം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതീ ദേവി നമോസ്തുതേ. ശംഖേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാദരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. രക്ഷിച്ചുകൊള്ളുക നീയാപത്തു കൂടാതെ ദക്ഷാരിവല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിട കൊള്ളുവതിന്നടിയന്നുമോ രാടൽ കൂടാതെ യനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലായിൽ ഏണാംഗബിംബാനന ജഗദീപദേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസി സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദന ഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കര അഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണി മേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൂക്കു ചിന്തിച്ചു മരുവിനാൻ.